ശ്രീ ഷാബു പ്രസാദ്, 18-അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 5 പേരും കണ്ണൂരിൽ നിന്നുള്ളവരാണ്. പിണറായി പക്ഷത്തിന് തന്നെയാണ് അവിടെയും പ്രാതിനിധ്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. പി ജയരാജനെ വളരെ വിദഗ്ധമായി തന്നെ ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ ഇഷ്ടക്കാരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, അതുമായി ബന്ധപ്പെട്ട ഒരു ലോബി തന്നെ സൃഷ്ടിക്കുക, അണിയാളന്മാരായി നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് മന്ത്രിസ്ഥാനം അടക്കം നൽകുക, പ്രത്യേക ക്ഷണിതാക്കളാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് ഈ സംസ്ഥാന സമ്മേളനത്തിലുടനീളം അരങ്ങേറിയത് എന്നുള്ളതാണ്. ഇല്ല, ഇത് രേണുക, ഇത് എന്നും ഇവരിങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന കോഴിക്കോട്. ഈ കോഴിക്കോട് നോർത്തിലെ MLA ആയിരുന്നു ശ്രീ പ്രദീപ് കുമാർ. ഇനിയിപ്പം നമ്മുടെ പാർട്ടി പ്രത്യയശാസ്ത്രപരമായ താത്വികമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞാൻ മാറ്റിവെച്ചുകൊണ്ട് ഉണ്ട് തന്നെ പറയാം. നല്ല ഒന്നാന്തരം ജനകീയനായ അപ്രോച്ചബിൾ ആയിട്ടുള്ള, സാധാരണക്കാർക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു MLA ആയിരുന്നു, ജനപ്രതിനിധിയായിരുന്നു പ്രദീപ് കുമാർ. എല്ലാവരും ഇവിടെ ആഗ്രഹിച്ച അത്ര നല്ല MLA ആയിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴത്തെ MLA ആയ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. ഇവർ രണ്ടുപേരും ഒരു നല്ല പൊസിഷനിൽ മന്ത്രിമാരായി ഇരിക്കാൻ 100% യോഗ്യരാണ്. കോഴിക്കോട് കണ്ട ഏറ്റവും മികച്ച മേയറായിരുന്നു തോട്ടത്തിൽ രവീന്ദ്രൻ. എന്നാൽ ഇവർ പാർട്ടിയുടെ ചിത്രത്തിലേ ഇല്ല. പ്രദീപ് കുമാറിന് പിന്നെ മത്സരിക്കാൻ പോലും അവസരം കൊടുത്തിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഇവിടെ ഈ കോഴിക്കോട് MK രാഘവനെതിരെ മത്സരിച്ചത് ഇപ്പോഴത്തെ മന്ത്രി മുഹമ്മദ് റിയാസാണ്. തോൽക്കുക മാത്രം, അയാൾ ആദ്യമായിട്ട് ജയിക്കുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. അന്ന് MK രാഘവൻ ജയിച്ചത് കേവലം 700 വോട്ടിനാണ്. ആ മുഹമ്മദ് റിയാസിന്റെ സ്ഥാനത്ത് ഈ തോട്ടത്തിൽ രവീന്ദ്രനോ പ്രദീപ് കുമാറോ ആയിരുന്നു കോഴിക്കോട് പാർലമെന്റ് സീറ്റിൽ മത്സരിച്ചിരുന്നത് എങ്കിൽ ഈ കോഴിക്കോട് ഇന്ന് CPMന്റെ ഒരു കോട്ടയായി മാറുമായിരുന്നു, ഒരു ഷുവർ സീറ്റായി മാറുമായിരുന്നു. കാര്യം അവർക്ക് കോഴിക്കോട്ടുള്ള സ്വീകാര്യത എന്താണ് എന്ന് ഞാൻ കോഴിക്കോട്ട് താമസിക്കുന്ന എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിവെച്ചുകൊണ്ട് ഞാൻ യാഥാർത്ഥ്യമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാര്യം റിയാസ് പിണറായി വിജയന്റെ പ്രിയപ്പെട്ടവനാണ്. അന്ന് മുതൽ തന്നെ പിണറായി വിജയന്റെ ഒരു ബ്ലൂ ഐഡ് ബോയിയാണ് മുഹമ്മദ് റിയാസ്. ഇതാണ് അതിന്റെ. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ വന്നിരുന്ന ആളാണ് സുരേഷ് കുറുപ്പ്. ആലോചിച്ച് നോക്കണം, 1984 ആ ഇന്ദിരാഗാന്ധി മരിച്ചതിനെ തുടർന്നുണ്ടായ സഹതാപ തരംഗം ഈ രാജ്യം മുഴുവനും ഇളക്കി മറിച്ചപ്പോൾ, കേരളത്തിലും വലിയ തോതിൽ ആഞ്ഞടിച്ചപ്പോഴും CPM ജയിച്ച ഒരേ ഒരു സീറ്റിൽ മത്സരിച്ച, അതും കോട്ടയം. ആലോചിച്ച് നോക്കണം, കോട്ടയത്ത് ഈ സുരേഷ് കുറുപ്പ് മത്സരിച്ച് ജയിച്ചതാണ്. ഈ പറഞ്ഞതുപോലെ വളരെ മാന്യനായ നല്ല ഒന്നാന്തരം ഒരു ജനപ്രതിനിധിയായിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് അദ്ദേഹത്തെ. ആ സുരേഷ് കുറുപ്പിന്റെ അവസ്ഥ, അതായത് ജനകീയരായ നല്ല ഫ്യൂച്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആ രീതിയിലുള്ള ഒരു മനുഷ്യരെ അനങ്ങാൻ സംബന്ധിച്ചിട്ടില്ല പിണറായി വിജയൻ. ഇത് 3 തന്നെ ഒരു ക്ലാസിക് എക്സാമ്പിൾസ് ആണ്. എവിടെ പോയി പ്രദീപ് കുമാർ, തോട്ടത്തിൽ രവീന്ദ്രൻ, സുരേഷ് കുറുപ്പ്? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും ഓരോ സ്ഥലത്തും ഇതുപോലെ ഒരുപാട് പേരുടെ പേര് പറയാനുണ്ടാകും അതാത് സ്ഥലത്തുള്ളവർക്ക്. ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം വേണ്ടി ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ്, ഇപ്പൊ ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ എന്നും ഭരിക്കുന്ന ഒരു വികാരം പറയുന്നത്, അവരുടെ അടിസ്ഥാന വികാരം എന്ന് പറയുന്നത് ഭയമാണ്. കൂടെ നിൽക്കുന്നവരെ ഭയം, മറ്റുള്ള പാർട്ടിക്കാരെ ഭയം. ഓക്കെ, മറ്റുള്ള പാർട്ടിക്കാരെ ഭയപ്പെടുന്നുണ്ട്. എന്തിനാണ് ഈ ഭയപ്പെടുന്നത്? അവനവനിൽ വിശ്വാസം, ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണ് എന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ഇവർക്ക് തന്നെ, ഇവരുടെ ഉപബോധ മനസ്സിൽ ഇവർക്ക് തന്നെ അറിയാം, ഇവരുടെ ഈ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നുണയാണ്, ഏറ്റവും വലിയൊരു തെറ്റാണ്. ഈ കുറ്റബോധത്തിൽ നിന്നുണ്ടാകുന്ന ഭയമാണ് ഈ പാർട്ടിയെ ഇന്നും നയിച്ചിട്ടുള്ളത്, ഇതിന്റെ നേതാക്കന്മാരെയും നയിച്ചിട്ടുള്ളത്. അതേ ഭയം പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു കാണിക്കുകയാണ് സ്റ്റാലിൻ ചെയ്തിരുന്നത്. സ്റ്റാലിന്റെ അപ്രമാദിത്വ കാലത്ത് സ്റ്റാലിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പാർട്ടിയിൽ നിന്ന് തന്നെയായിരുന്നു. അദ്ദേഹത്തിനെ എതിർത്തവരെ മുഴുവനും അദ്ദേഹം തോന്നുന്നവരെ പോലും അദ്ദേഹം വകവരുത്തിട്ടുകൊണ്ട് വെച്ചില്ല. അത് തന്നെയല്ലേ ഈ നടക്കുന്നത്. ഇപ്പൊ ഇവിടെ വെച്ച് ഇത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമായതുകൊണ്ടും ഇവിടെ വ്യക്തമായ ഒരു ഭരണഘടനയും നിയമവാഴ്ചയും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ടും
മഴു കൊണ്ട് ട്രോട്സ്കിയെ മഴു കൊണ്ട് വെട്ടിക്കൊന്ന പോലെ വെട്ടിക്കൊല്ലുന്നില്ല, വെടിവെച്ച് കൊല്ലുന്നില്ല. അതിന് പകരം ഈ രീതിയിൽ ഒതുക്കി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. തനിക്ക് നേരെ വരുന്ന ഭീഷണികളെ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ചെയ്യുന്നത്. അത് ആ പാർട്ടിയുടെ ജനിതകത്തിലുള്ളതാണ്, അത് DNA-യിലുള്ളതാണത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇനി എന്ത് ചർച്ച ചെയ്താലും ശരി, നമ്മൾ ഇനി എത്രയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലും അവർ സ്ഥിരം പറയുന്ന കുറെ താത്വിക വായ്ത്താരികളുണ്ട്. പക്ഷേ ഒരു സംശയം, ഇത്തരത്തിൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമായി പാർട്ടി മാറുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സർവാധിപത്യം ഇങ്ങനെ അഴിഞ്ഞാടുമ്പോൾ ഒരു വിമർശന സ്വരം പോലും ഉയരാത്തത് എന്ത് എന്നുള്ളതൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയല്ലേ? അല്ല, വിമർശനം ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നേ. അവർക്ക് പാർട്ടിക്ക് ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ പത്മകുമാറിന്റെ കാര്യം പറഞ്ഞല്ലോ, വിമർശനം ഇതിന്റെ ഇവരോടൊക്കെ ഒന്ന് ചില പാർട്ടിയിലെ കുറച്ച് പരിണിതപ്രജ്ഞരായിട്ടുള്ള തലയ്ക്കകത്ത് കുറച്ച് ആൾക്കാരോടൊക്കെ ചതിവ്, വഞ്ചന, 52 വർഷത്തെ പ്രവർത്തനം എന്നൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അത് ചർച്ചയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പിൻവലിക്കുകയാണ്. ആ പ്രൊഫൈൽ പിക്ചറും ഡിലീറ്റ് ചെയ്തു, ആ പോസ്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്തു. അതാണ് എന്തുകൊണ്ട് ആർജവമില്ല? കൈ ചൂണ്ടി സംസാരിക്കുന്നതിനുള്ള ആർജവം എന്തുകൊണ്ട് ഈ അണികൾക്കില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ സഖാക്കൾക്കില്ലാതെ പോകുന്നു? വീട്ടുമുറ്റത്ത് ഇന്നോവ വരാൻ അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണെന്നേ. അതിന് ഞാൻ പറഞ്ഞല്ലോ, പേടിപ്പിച്ചുമാണ് നിൽക്കുന്നത്. എന്തായാലും ഇത്രയും കാലം, ഇനിയുള്ള കാലം ഇനി അവന്മാരൊക്കെ എന്തെങ്കിലും കാണിക്കട്ടെ, എന്തിനാ ഈ വിരോധം കൂടെ വലിച്ചു വെക്കണ്ട, ഇനി അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട, എന്റെ കുടുംബത്തിനെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കണമല്ലോ എന്ന ഒരു തോന്നലിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്ന ഒരു അവസ്ഥയിൽ നിന്നാണ്. ആ ഒരു മാനസികാവസ്ഥയിലേക്ക്, ആ ഭീകരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് പാർട്ടി അണികളെ അവരെ എത്തിച്ചിരിക്കുകയാണ്. ഞാൻ പറയാമല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തലയ്ക്കകത്ത് ആൾതാമസമുള്ള പാർട്ടിക്കാരോട്, പാർട്ടി പ്രവർത്തകരോട്, അല്ലെങ്കിൽ അങ്ങനെ വ്യക്തിപരമായ ബന്ധമുള്ളവരോട് ഒന്ന് വ്യക്തിപരമായിട്ട് സംസാരിച്ചു നോക്കൂ. നമ്മളോട് വിശ്വാസം ഉള്ളവരോട് അവർ പറയും കാര്യങ്ങൾ. എനിക്കറിയാം, എൻ്റെ അടുത്ത് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഈ പാർട്ടി ഇനി ഇങ്ങനെയാണ്, വരാൻ നിവർത്തിയില്ല, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വിശ്വസിച്ചു പോയി, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്നുപോയി, ഈ പാർട്ടിയിൽ നിന്ന് കുറെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ, എൻ്റെ ഭാര്യയ്ക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി കിട്ടിയിട്ടുണ്ട്, എൻ്റെ മകൻ അവിടെ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇനിയും വേറെ നിവൃത്തിയൊന്നുമില്ല. അവർക്ക് ഇനി ഇത് സഹിച്ചേ പറ്റുള്ളൂ, ജീവിതകാലം മുഴുവനും സഹിച്ചേ പറ്റുള്ളൂ, ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. വിമർശനമൊക്കെ അവനവൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. അതിങ്ങനെ എന്താണ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിക്കുക. ഇങ്ങനെയാണ് ഈ പാർട്ടി എന്നും, ഏത് കാലത്തും ഈ പാർട്ടി ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും കാണുന്നില്ല രേണുക. ഇവർക്ക് ഇങ്ങനെ ആകാനേ കഴിയൂ. ഈ പറഞ്ഞതുപോലെ ഈ പ്രവണതകൾ, ഈ ദുഷ്ടത്തരം എന്നൊക്കെ പറയുന്നത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന അവരുടെ ജനിതകത്തിലുള്ളതാണ്. അതെ, തീർച്ചയായും കുറച്ചുപേർ വെറും ന്യായീകരണ തൊഴിലാളികളായി മാത്രം ഒതുങ്ങുന്ന ദയനീയമായ കാഴ്ച.